ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് അരി എടുക്കുകയാണ്. അതിന് നാഴി അരി, പിന്നെ അരനാഴി അരി, ഇത്രയും മതി. 1.5 നാഴി അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതാണ്ട് നല്ല ഇങ്ങനെയുള്ള പച്ചരിയാണ്. വെളിയിലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ്, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയല്ല അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഈ പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായി ഞെവിടി കഴുകണം. നന്നായിട്ട് ഞെവിടി കഴുകി 3-4 വെള്ളം കഴുകിയിട്ട് നമ്മൾ കുതിരാൻ വയ്ക്കണം. കുതിരാൻ വെച്ചിട്ടൊരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിരണം. അങ്ങനെ കുതിർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നത്. നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് കുതിരാനിട്ട അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. കുറച്ച് ചോറെന്ന് പറഞ്ഞാൽ ഒരു തവി ചോറിട്ട് കൊടുക്കാം. ഒരു തവിയും പിന്നെ ഒരു ഇത്തിരിയും കൂടെ ചോറിട്ട് കൊടുക്കാം. ഈ തവിക്കാണ് അളന്നത്. ഈ തവിക്കാണ് അളന്നത്. ഇത്രയും ഈസ്റ്റ്, 1 സ്പൂണൊന്നും വേണ്ട, സ്വപ്പം ഈസ്റ്റ് മതി. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഈസ്റ്റും ചോറും അരി കുതിർത്തതും കൂടെ അരച്ചെടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ നന്നായി അരയണം മാവ്. ഇതിനകത്ത് ഞാൻ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി, തേങ്ങ ചേർക്കണ്ട. പഞ്ചസാരയും ചേർക്കത്തില്ല. ഞാൻ ഈ ഈസ്റ്റും ചോറും അരിയും കൂടി അരച്ച് ചേർത്തതാണ്. നാളെ ഇത് പുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അരച്ചിട്ടൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ടുണ്ട്. മിക്സിയിൽ പറ്റിയിരുന്ന മാവും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകി അതിൽ ചേർത്തിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും ചേർത്തിട്ടില്ല. ഇതിനി നാളെ രാവിലെ എടുക്കുമ്പോൾ നന്നായി പുളിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ എടുക്കാം. നമ്മുടെ അപ്പം മാവ് നോക്കാം. കണ്ടില്ലേ, അപ്പം മാവ് പുളിച്ച് പൊന്തിയിരിക്കുന്നത് കണ്ടോ. ഈ അവസരത്തിൽ മാവിന് പുളിപ്പ് കൂടുതലാണെങ്കിൽ സ്വല്പം തേങ്ങ അരച്ച് ചേർക്കാം. ഞാനിതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് അപ്പം ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പത്തിനൊരു വെജിറ്റബിൾ കറിയും തയ്യാറാക്കാം. വെജിറ്റബിൾ കറിക്ക് ആവശ്യമായ കഷ്ണങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ച് കടുവറുത്ത് വരട്ടി അതിനെ മൂടി വെച്ച് വേവിക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാനൊരുങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ പച്ച കളറല്ല, കാരണം എനിക്കിവിടെ കറിവേപ്പിലയൊന്നുമില്ല. ഞാൻ ശേഖരിച്ച് വയ്ക്കുന്ന കറിവേപ്പിലയാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളർ അങ്ങ് മങ്ങും. വെജിറ്റബിൾ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനെ നമുക്ക് നന്നായി ഇളക്കി വെജിറ്റബിൾ കൂട്ടിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കിയിട്ട്
അത് അവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. തീ കുറച്ചിടാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എരി മതി. പിന്നീട് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേകാനായിട്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നതൊന്ന് നന്നായി വേവട്ടെ. അതിനായിട്ട് നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ അണ്ടിപ്പരിപ്പിൻ്റെ കാഷ്യൂനട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും കളഞ്ഞുകൂടാ, കാരണം ക്രീം എടുക്കണം. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചെറിയ തിള വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് തിള വന്ന് തുടങ്ങി. ഞാൻ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ കറി റെഡിയായിരിക്കുകയാണ്. ഇതാണ് അപ്പം കഴിക്കാൻ ഉണ്ടാക്കിയ കറി റെഡിയായിരിക്കുകയാണ്. ഏതൊക്കെ കറി ഉണ്ടാക്കിയാലും തേങ്ങ വെച്ചുള്ള ചമ്മന്തിയാണ് ഇവിടെ ഇഷ്ടം. തേങ്ങ ചമ്മന്തി കടുക് വറുത്തെടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. ഞാൻ ഇന്ന് വെറൈറ്റിക്ക് വേണ്ടിയാണ് ഈ കറി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ചേർക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഗ്രീൻ പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതാണ് അപ്പത്തിനോടൊപ്പം നമ്മൾ കഴിക്കാൻ എടുത്ത കറി. കറി കണ്ടില്ലേ? അപ്പോൾ കറി ഓഫ് ചെയ്യാം. ഇനി അപ്പം ഉണ്ടാക്കാം. കറി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മൾ നേരത്തെ കാണിച്ച മാവ് അതുപോലെ തന്നെയുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായി ഇളക്കണം. അപ്പത്തിൻ്റെ അടുപ്പിൽ തീ കൂട്ടി വയ്ക്കണം. നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് മാവിലെല്ലാം നന്നായി പിടിക്കണം. അതിന് ശേഷം കണ്ടോ, അപ്പം ആ മാവിരിക്കുന്നുണ്ടോ, ഇനി അതിലോട്ട് നമുക്ക് ആ ചൂടായ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ആ മാവിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം.
ചുറ്റിച്ചതിന് ശേഷം ഇങ്ങനെ മൂടി വയ്ക്കാം. അപ്പം തയ്യാറായിരിക്കുകയാണ്. അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ച് വയ്ക്കാം, അടച്ച് വയ്ക്കാം. ഇതിൽ തേങ്ങയോ മറ്റൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അരിയും ചോറും ഈസ്റ്റും മാത്രം, പിന്നെ ഉപ്പും, അത് മാത്രം ചേർത്തുണ്ടാക്കിയതാണ് ഈ അപ്പം. ഇത് നല്ല കറി വേണം ഇത് കഴിക്കാൻ, കാരണം തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് വെറുതെ വെച്ച് തിന്നാൻ ഒക്കത്തില്ല. ഇതിനകത്ത് പഞ്ചസാരയും ചേർത്തിട്ടില്ല. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ മാവ് ആട്ടി ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ നല്ല അപ്പം കിട്ടും. ഈ ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് ഒരു കൈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിങ്ങനെ പരത്തിയെടുക്കുകയാണ്. അപ്പം മാവ് ദോശക്കല്ലിലൊഴിച്ച് ദോശയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കത് എടുക്കുമ്പോൾ കാണാം. അപ്പം മാവ് ദോശക്കല്ലിലൊഴിച്ച് പരത്തി ചുട്ടെടുക്കുന്നതിനെ ദോശയപ്പം എന്നും വിളിക്കാം. അങ്ങനെ കിട്ടിയതാണ് ഈ അപ്പം. കണ്ടോ, ഇത് ദോശക്കല്ലിൽ ചുട്ടത്, ഇത് അപ്പച്ചട്ടിയിൽ ചുട്ടത്. രണ്ട് രീതിയിലും ചുട്ടെടുക്കാം. ഇതിനെ നമ്മൾ ദോശയപ്പം എന്നും വിളിക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയും ചേർത്ത് വിളമ്പാം. സൂപ്പർ അപ്പവും സൂപ്പർ കറിയും കണ്ടില്ലേ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടണം. ഇതിൽ വേറൊരു മായവും ഇല്ല, അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ.